ഹായ് എവ്രി വൺ. ഫെബ്രുവരി 10 ആണിന്ന്. ഓക്കെ, നല്ലൊരു സണ്ണി മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ കോട്ടാണ്: ഇടപാടുകളിൽ സത്യസന്ധരായവർ ഒരിക്കലും ഒന്നിനെയും ഭയക്കുകയില്ല. അതെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുന്നില്ല, ചതിക്കുന്നില്ല, കള്ളം പറയുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ടെൻഷനോ ഒരു സ്ട്രെസ്സോ വരില്ല, അല്ലേ? നമുക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ലോയലായിട്ടിരിക്കുക, നമ്മളോടും ലോയലായിട്ടിരിക്കുക. ഓക്കെ, അതാണ് ഇന്നത്തെ കോട്ട് പറയുന്നത്. നമുക്ക് ഇന്നത്തെ കറന്റ് എനർജി നോക്കാം. ഓക്കെ, ഫെബ്രുവരി 10 ആണ്. നല്ലൊരു ഷിഫ്റ്റ് പ്രകൃതിയിൽ നടക്കുന്ന ന്യൂ ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ്. പല രീതിയിലാണ് നമുക്കത് സിംറ്റംസ് ഫീൽ ചെയ്യുന്നത്. ടയേർഡ്നെസ് ഫീൽ ചെയ്യാം, ചിലപ്പോൾ ഓവറായിട്ടുള്ള വിശപ്പ് വരാം, അല്ലെങ്കിൽ വിശപ്പില്ലാത്തൊരവസ്ഥ, ഇങ്ങനെ ഒരു മന്ദഗതി ഫീൽ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്നു, നമ്മളിവിടെ അല്ലാത്തൊരു പോലെ ഒരു പാതി മയക്കൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാം കേട്ടോ എല്ലാവരും. സോ ഇറ്റ്സ് ഹാപ്പനിങ്, ലൈക്ക് ഫുൾ മൂൺ വരുന്നുണ്ട്, പിന്നെ കുറേ ഷിഫ്റ്റുകൾ നടക്കുന്നുണ്ട്. ശരിക്കും 2025 തന്നെ ഒരുപാട് കാര്യങ്ങളാണ്, നല്ല ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. മീൻസ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ശരിക്കും ഈ 9 കോമ്പിനേഷൻ വരുന്ന എല്ലാ ഇയറും പല രീതിയിലുള്ള വാറുകൾ, ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ അങ്ങനെയാണെന്നാ പറയുന്നത്. ആ ഒരു ഇയർ ആഡ് ചെയ്യുമ്പോൾ 9 വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2025 ആഡ് ചെയ്യുമ്പോഴും 9 ആണല്ലേ. സോ ദാറ്റ് കംപ്ലീഷൻ, ഡിസ്ട്രക്ഷനെയും ചേഞ്ചിനെയും ഒക്കെ ഉള്ള ഒരു മാറ്റത്തെ പറയുന്ന ഒരു ഇയർ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കാം. പോസിറ്റിവിറ്റി കൂടെ നെഗറ്റിവിറ്റിയും പ്രതീക്ഷിക്കാം. ഒക്കെ എക്സ്പീരിയൻസും ലെസൺസും നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് റീഡ് ഫോർ ടുഡേ. അപ്പോൾ ഇന്നത്തെ കറന്റ് എനർജി നോക്കാം. ടാരോ ഡെക്കാണ് യൂസ് ചെയ്യുന്നത്. യെസ്, ജസ്റ്റിസ് കാർഡ്. ഞാൻ പറഞ്ഞില്ലേ, കർമ്മയുടെയാണ് കാണിക്കുന്നത്. കിങ് ഓഫ് സോർഡ്സ് ആൻഡ് 6 ഓഫ് വാൻസ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. ചീറ്റിംഗ് കാർഡ് കാണിക്കുന്നു, ടെമ്പറൻസ് കാണിക്കുന്നു. ഒരു കാർഡ് കൂടി എടുക്കാം. യെസ്, ഹെറോഫന്റ് കാണിക്കുന്നു. ബോട്ടം കാണിക്കുന്നത് 6 ഓഫ് പെന്റക്കിൾസ്. അൺബാലൻസ്, ഒട്ടും ബാലൻസ് ഇല്ലാതെ നന്നായി പോകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പെട്ടെന്ന് തല തിരിയുന്ന സിറ്റുവേഷൻസ്. റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ കരിയർ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ഒക്കെ പെട്ടെന്നൊന്ന് ഒരു ചേഞ്ച് വരും. ജുപ്പിറ്റർ അല്ലെങ്കിൽ പ്ലാനറ്റ്സിന്റെ മാസ് റിട്രോഗ്രേഡ് ഒക്കെ എൻഡ് ആവുന്നുണ്ട്. ഓക്കെ, മാസ് മീൻസ് ഓഫ് ഫയർ ആക്ഷനൊക്കെ പറയുന്നത്. അപ്പോൾ റിട്രോഗ്രേഡ് ഒക്കെ വരുമ്പോൾ അതിൽ ആക്ഷൻ എടുക്കേണ്ട പ്ലേസിൽ ലാഗ് വരും. അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് കർമ്മ ക്ലിയറൻസ് നടക്കുന്നുണ്ട്. എഗെയിൻ കർമ്മ അക്കൗണ്ട് ക്ലിയറൻസ് ഇനി ബാക്കിയുള്ളവർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഷീറ്റിംഗ് കിട്ടുന്നുണ്ടായിരിക്കാം. അതിപ്പോൾ കരിയറിലായിരിക്കാം, ബന്ധത്തിലായിരിക്കാം, നുണ പറയുന്നതായിരിക്കാം. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവർ 6, 7, 11 ഒക്കെയാണ് കാണിക്കുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബാലൻസ് ഇല്ല. ഒരുപാട് പേര് പുതിയ സോൾമേറ്റ്സിനെ കണ്ടുമുട്ടാനുള്ള ചാൻസസ് കാണിക്കുന്നു. ഹെയർ ഓഫ് യൂണിവേഴ്സുമായിട്ട് നന്നായി അടുക്കാൻ ശ്രമിക്കാൻ പറയുന്നുണ്ട്. ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യൂ, അതിനുവേണ്ടിയുള്ള ടൂൾസ് യൂസ് ചെയ്യൂ, ഹീൽ ചെയ്യൂ, കണക്ട് എന്നാണ് കാണുന്നത് ഹെയർ ഓഫ് എൻഡ്. ഓക്കെ, ട്രഡീഷണൽ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഫോർഗിവ്നെസ് കൊടുക്കുക, ഹീൽ